അനധികൃത സ്പാകൾക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടി കടുപ്പിക്കുന്നതിനിടെ സ്പാ മാനേജർക്കെതിരെ പരാതിയുമായി യുവതി. സ്പായിൽ ജോലിക്കായുള്ള അഭിമുഖത്തിനെത്തിയ മാനേജർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി പറയുന്നു. അപ്പൊ ഇന്റർവ്യൂക്ക് വന്നിട്ടായിരുന്നു അവിടുത്തെ മാനേജർ അവിടുത്തെ കാര്യങ്ങളും ടീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, എപ്പോ തൊട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങാറായപ്പോ എന്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരിതാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പൊ എനിക്കത് പറ്റാത്തോണ്ട് മാനേജർ എന്നെ ഇറങ്ങാറായപ്പോ എന്നെ ഒരുമാതിരി ഷൗട്ട് ചെയ്തു. പിന്നെ എന്നെ അടിക്കാനൊക്കെ വന്നു. പിന്നെ ഞാൻ പോലീസിനെയൊക്കെ വിളിക്കൂന്ന് പറഞ്ഞു. എന്നെ കുറെയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് കാണിച്ചൊക്കെ തരാന്ന് പറഞ്ഞു. മാനേജർ അവിടെ ചെന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഫോട്ടോ വേണം, ഞാൻ എന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ഫോട്ടോ തന്നാലേ അവർക്ക് പറ്റുള്ളൂ. പിന്നെ അടിക്കാൻ വന്നു. പിന്നെ അവിടത്തെ ക്യാമറ വഴി അവിടെ ഓൾറെഡി എല്ലാം റെക്കോർഡ്. അതേസമയം അനധികൃത സ്പാകൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് 24നോട് പറഞ്ഞു. സ്പാകളുടെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നെന്നും സ്കൂൾ യൂണിഫോമിട്ട കുട്ടികൾ ഉൾപ്പെടെ എത്തുന്നുണ്ടെന്നും വി രാജേഷ്. സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ യൂണിഫോമിലെ കുട്ടികളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിലും എത്തുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറവിൽ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ തന്നെ വീണ്ടും നഗരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഇങ്ങനെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക, അത് ഇന്റർവ്യൂവിന് വിളിക്കുക, അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ഇതൊക്കെ അവിടെ നടക്കുന്നു. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കർശന നടപടിയുടെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ റെയ്ഡ് അതിപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്പാകളിൽ പരിശോധനകൾ നടത്തി. പ്രധാനമായി ലൈസൻസ് അനുവദിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 200-ലധികം സ്പാക്ക് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഇതനുസരിച്ച് ലൈസൻസ് നൽകിയ സ്പാകളിൽ നേരിട്ടെത്തി ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പ്രധാനമായി പരിശോധിക്കുന്നത് ലൈസൻസ് നൽകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, അതായത് ഡോക്ടർ ഉണ്ടാകണം, സർട്ടിഫൈഡ് സ്പാ മാനേജർ ഉണ്ടാകണം തുടങ്ങി നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശോധിക്കാത്തവർക്കെതിരെ നോട്ടീസ് നൽകുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇന്നലെ പരിശോധിച്ച തിരുവനന്തപുരം സ്റ്റാച്യു ക്യാപിറ്റൽ ടവറിലെ സ്പർശം വെൽനസ് സെന്ററിൽ പൂട്ടിച്ചിട്ടുണ്ട്. ആ സ്പർശം വെൽനസ് സെന്ററിനെതിരെയാണ് ഈ പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയത്. കാരണം അവിടെ ജോലി ഒഴിവുണ്ട് എന്ന പരസ്യം കണ്ടു ആ പെൺകുട്ടി ഈ സ്ഥാപനത്തിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ വളരെ മോശമായി ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതിന് വഴങ്ങാത്തതിനെ തുടർന്ന് മർദ്ദിക്കാൻ വരെ തുനിയുന്ന മാനേജർ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോലീസിൽ പരാതി പറയാൻ തയ്യാറായില്ല എങ്കിലും മേയറോട് പരാതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മേയർ ഇന്നലെ ഈ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് 2 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൽ ഒരു സ്ഥാപനത്തിന് മാത്രമേ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഘട്ടത്തിലാണ് ആ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. എന്തായാലും ഇപ്പോൾ മറ്റ് സ്പാകളൊന്നും അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. അവയ്ക്കെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കാത്തവയ്ക്ക് കൃത്യമായി മാനദണ്ഡം പാലിക്കണമെന്നുള്ള നോട്ടീസ് നൽകി നിശ്ചിത ദിവസത്തിനകം മാനദണ്ഡം പാലിച്ചു എന്ന് അറിയിപ്പ് കോർപ്പറേഷൻ നൽകണമെന്നുള്ള ആവശ്യമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അടച്ചുപൂട്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ അടങ്ങുന്ന ഏതെങ്കിലും ഔദ്യോഗിക ഭാഗങ്ങളിൽ നിന്നോ പരാതികൾ ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. സ്മിത, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.